2017 ക്ഷേത്ര അലങ്കാരം, പടിപൂജ, ഉദയാസ്തമന പൂജ, മേളം എന്നിവ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തി. അവിടെയായിരിക്കും നേരത്തെ ജയറാം പറഞ്ഞതുപോലെ സന്നിധാനത്ത് ഒരു മേളത്തിന് ക്ഷണിച്ചു ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് നേരത്തെ ജയറാം മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞിരുന്നു. അതിന് മട്ടന്നൂർ ശങ്കരൻ ചുമതലപ്പെടുത്തിയെന്നും ജയറാം പറഞ്ഞിരുന്നു. അപ്പോൾ 26/2017 മേളം നടത്തി 2017. അപ്പോൾ 2017 ക്ഷേത്ര അലങ്കാരവും പടിപൂജയും ഉദയാസ്തമന പൂജയും മേളവും ഒക്കെ നടത്തിയ ശേഷമാണ് 2019 മുതൽ ഈ ആശാൻ അവിടെ കൊള്ള നടത്തിയിരിക്കുന്നത്. അന്നദാന മണ്ഡപത്തിന് ലിഫ്റ്റ് പണിതതിന് 10 ലക്ഷം രൂപ സംഭാവന നൽകി. അന്നദാനത്തിനായി 2025 ജനുവരിയിൽ 6 ലക്ഷം രൂപ നൽകി. 2025 ജനുവരിയിൽ അന്നദാനത്തിന് 6 ലക്ഷം രൂപ ശബരിമല സന്നിധാനത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകി. 2025 മകരവിളക്കിനോടനുബന്ധിച്ച് 10 ലക്ഷം രൂപ സംഭാവനയായി നൽകി. അതായത് ഞാനടക്കം ഞങ്ങൾ കഴിഞ്ഞ 2025 ജനുവരി 11 ഇത്തവണ 15-നായിരുന്നു മകരവിളക്ക് ഉത്സവം റിപ്പോർട്ട് ചെയ്തതാണ്. ആ മകരവിളക്ക് ഉത്സവത്തിന് 10 ലക്ഷം രൂപ ഉണ്ണികൃഷ്ണൻ പോറ്റി സംഭാവന നൽകിയെന്നിപ്പോൾ വിജിലൻസ് കണ്ടെത്തിയിരിക്കുകയാണ്. 2017 8,20,000 രൂപയുടെ ചെക്കും 17 ടൺ അരിയും 30 ടൺ പച്ചക്കറിയും സംഭാവന നൽകി. അതാണ് ഏറ്റവും നിർണായകം. അപ്പോൾ 2017 മുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ ഒരു സ്പോൺസറാണ് എന്ന മട്ടിൽ നിരവധി സംഭാവനകളും അതുപോലെ തന്നെ അവിടത്തേക്ക് ചില പൂജകളും ഒക്കെ സ്പോൺസർ ചെയ്യുകയാണ്. എവിടെ നിന്നാണ് അയാൾക്ക് ഇത്രയും വലിയ പണം? ശബരിമല സന്നിധാനത്ത് ഒരു കീഴ്ശാന്തിയുടെ സഹായിയായി ശബരിമല സന്നിധാനത്ത് കയറിക്കൂടിയ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത്രയും വർഷത്തിനുള്ളിൽ ഇങ്ങനെ കോടികളുടെ വലിയ ഇടപാട് ശബരിമലയിൽ നടത്താനുള്ള ധനസമ്പാദനം അയാൾക്ക് എങ്ങനെ കിട്ടി? 2017 മുതൽ അയാൾ ലക്ഷങ്ങളുടെ സംഭാവനകൾ ശബരിമലയിൽ നൽകുന്നു. 2019 ശേഷം അവിടെ വാതിലും ഒക്കെ സ്വർണം പൂശി നൽകുന്നു. അതും 2 സ്പോൺസർ, വാതിൽ സ്വർണം പൂശിയതും അതുപോലെ തന്നെ ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശാനും അയാൾ പ്രത്യേകം സ്പോൺസർമാരെ കണ്ടെത്തുന്നു. അതിൽ വാതിൽ മാറ്റി ശബരിമല കേടായ വാതിൽ മാറ്റി പുതിയ വാതിൽ നിർമ്മിച്ച് സ്വർണം പൂശി നൽകിയത് ബെല്ലാരിയിലെ ഗോവർദ്ധൻ എന്ന് പറയുന്ന ജുവലറി ഉടമ. ശ്രീകോവിലിന്റെ കട്ടളയിൽ ചെമ്പുപാളികൾ പൊതിഞ്ഞ് സ്വർണം പൂശാൻ അയാൾ സ്പോൺസറെ കണ്ടെത്തിയത് അജികുമാർ. ഒരു നയാ പൈസയുടെ ചിലവ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കില്ല. എന്നിട്ട് അയാൾ സ്വയം സ്പോൺസർ ചമഞ്ഞ് ശബരിമലയിലെത്തി. അയാൾ മറ്റുള്ളവരെ പറ്റിച്ച് സ്പോൺസർമാരാക്കി. അയ്യപ്പ സ്വാമിയോടുള്ള ഭക്തിയുള്ളവരെ അയാൾ പറ്റിച്ചു. മാത്രമല്ല, ഇതിൽ ഏറ്റവും വലിയ നിർണായകമായ ഒരു കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത് ശബരിമലയിലെ 18-ാം പടിക്ക് ഇരുവശങ്ങളിലുമായി മണിമണ്ഡപം നിർമ്മിച്ചു നൽകി എന്നുള്ളതാണ്. ആ മണിമണ്ഡപം എങ്ങനെ അവിടെ വന്നു എന്നുള്ളത് പലരും ചോദിച്ചതാണ്. അപ്പോഴെല്ലാം ദേവസ്വം ബോർഡ് ഒഴിഞ്ഞു മാറിയതാണ്. അതാരാണ് നിർമ്മിച്ചു നൽകിയത്? അതെന്തിനാണ് അവിടെ കൺസ്ട്രക്ട് ചെയ്തത്? അവിടെ അങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ പാടില്ല. ഉദയസൂര്യൻ പൊന്നമ്പലമേട്ടിൽ നിന്ന് ഉദിച്ചുയരുമ്പോൾ ആ കിരണങ്ങൾ ശബരിമല സന്നിധാനത്ത് ശ്രീകോവിലിൽ പതിക്കണം എന്ന് നേരത്തെ ആചാരത്തിലൊക്കെ പറഞ്ഞിരുന്നു. അതിന് വിഘാതമായി അവിടെ ടാർപ്പ് കെട്ടിയപ്പോൾ ആചാരവിരുദ്ധമാണെന്ന് പറഞ്ഞത് മാറ്റി. അതിനുശേഷം വലിയ ഒരു റൂഫ് ഉണ്ടാക്കിയപ്പോൾ അതും ആചാരവിരുദ്ധമാണെന്ന് പറഞ്ഞ് മാറ്റി. എന്നിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ മൊത്തം കൺജസ്റ്റഡ് ആക്കി. നമ്മൾ ശബരിമലയിൽ പോകുന്നവർക്ക് കണ്ടാലറിയാം. ആ 18-ാം പടിയുടെ തിരുമുറ്റത്ത് നിന്ന് താഴെ മുറ്റത്ത് നിന്ന് മേലെ മുറ്റത്തേക്ക് കയറുന്ന അയ്യപ്പസ്വാമിയുടെ തിരുമുറ്റത്തേക്ക് എത്തിക്കുന്ന കൊടിമരച്ചുവട്ടിലെ തത്വമസി എന്ന മഹാപൊരുളിന്റെ മുന്നിലേക്ക് എത്തിക്കുന്ന 18-ാം പടി, 18 തത്വങ്ങൾ ഇറങ്ങിയ ആ പടിക്ക് ചുറ്റും ഉണ്ണികൃഷ്ണൻ പോറ്റി തൂണുകൾ വെച്ചൊരു കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു നിർമ്മിതി ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നു. അതിന്റെ പിന്നിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെന്ന് ദേവസ്വം വിജിലൻസ് ഈ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുകയാണ്. 2025 മകരവിളക്കിനോടനുബന്ധിച്ച് 10 ലക്ഷം രൂപ അത് ആരുടെ കയ്യിൽ കൊടുത്തു? ദേവസ്വം ബോർഡിന് കൊടുത്തോ? അതിനി കണ്ടെത്തേണ്ടതുണ്ട്. 8,20,000 രൂപയാണ് 2017 കൊടുത്തിരിക്കുന്നത്. അവിടെ ഒരു സാധാരണ പോറ്റിയായി കയറിക്കൂടിയ ഉണ്ണികൃഷ്ണൻ പോറ്റി. അപ്പോൾ ലക്ഷങ്ങളുടെ കോടികളുടെ സാമ്പത്തിക ഇടപാട് ശബരിമലയിൽ 2017 മുതൽ നടത്തി. പക്ഷേ 2025 ആയപ്പോഴേക്കും വലിയ തോതിലുള്ള സംഭാവനകൾ. അപ്പോൾ അയാൾ ശബരിമല സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോയ സ്വർണം കൊണ്ട് കോടീശ്വരനായിരിക്കുന്നു. അതിനുവേണ്ടി സ്പോൺസർമാരിൽ നിന്ന് സ്വർണം പിരിച്ച് കോടീശ്വരനായിരിക്കുന്നു. ആ കോടിക്കണക്കിന് രൂപയുടെ ഒരു പ്രത്യുപകാരം എന്ന നിലയിലായിരിക്കണം 2025 ഈ അന്നദാനവും മേളവും ക്ഷേത്രാലങ്കാരവും പടിപൂജയും ഉദയസ്തമന പൂജയും ഒക്കെ നടത്തിയിരിക്കുന്നത്. ഏതായാലും ഗുരുതരമായ കണ്ടെത്തലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. സൂചിപ്പിച്ച ശബരിമലയിലെ എന്ത് നിർമ്മാണ പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ അവിടുത്തെ എന്ത് രീതികളിലും പണം ഉണ്ടാക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയ കുറെ കള്ളന്മാർ ശബരിമല സന്നിധിയെ ഭരിച്ചു എന്നത് ഏറ്റവും സങ്കടകരമായ ഹൃദയഭേദകമായ വാർത്തയാണ് ഓരോ വിശ്വാസിയെ സംബന്ധിച്ചും. അവസാനം സൂചിപ്പിച്ച 18-ാം പടിയുടെ ആ കവാടം അത് എന്തിനാണ് എന്ന് പലപ്പോഴും ഭക്തരടക്കം ചോദിച്ചാണ്. പക്ഷെ അതിനൊരു കാരണങ്ങൾ നിർത്തി. ഈ കാരണങ്ങൾ എന്നത് കുറെ പേർക്ക് പൈസ അടിക്കാനുള്ള ഓരോ വഴികളായി ശബരിമലയിലെ ഓരോ രീതികളെ മാറ്റിയെടുക്കുക. എത്രമാത്രം ഇത് നേരത്തെ പത്മകുമാർ പറഞ്ഞ് ശ്രദ്ധിച്ചാണ്. 2019 ആ സമയത്തിൽ അതിനു മുൻപേ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അവിടെ പിടിയുണ്ട്, ഉന്നത ബന്ധങ്ങളുണ്ട് എന്നാണ്. ഈ ഉന്നത ബന്ധങ്ങൾ ആരാണ് എന്ന് പറയാൻ കൂടി പത്മകുമാർ അടക്കമുള്ളവർ തയ്യാറാകണം. കാരണം ശബരിമല പോലെ ഒരു പ്രധാനപ്പെട്ട സ്ഥലത്ത് അങ്ങനെ ഉന്നത ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ ആ ഉന്നത ബന്ധങ്ങൾ ഉപയോഗിച്ച് ഇത്രയേറെ കള്ള
പൊള്ളത്തരങ്ങൾ, ക്രമക്കേടുകൾ, തട്ടിപ്പുകൾ ഒക്കെ കാട്ടിക്കൂട്ടാമെങ്കിൽ അതിന് കുട പിടിച്ചവരാരൊക്കെ, അത് ഏത് രാഷ്ട്രീയ രംഗത്തുള്ളവരാണ്, ഏത് ഭരണരംഗത്തുള്ളവരാണ്, അവരൊക്കെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരുമെന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ 2019 ദ്വാരപാലക ശില്പത്തിലെ സ്വർണം പൊതിഞ്ഞ ചെമ്പുതകടികൾ അശ്രദ്ധമായും നിരുത്തരവാദപരമായും സ്പോൺസർ ശ്രീ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം സ്വർണം പൂശാൻ കൊടുത്തുവിട്ടത്, കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തിയ ആ സമയത്ത് ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞൊരു വലിയ ലിസ്റ്റ് അങ്ങ് ഇട്ടിരിക്കുകയാണ്. ആ ലിസ്റ്റിൽ മുഴുവൻ ഓരോ ഉദ്യോഗസ്ഥർക്കും മിനിമം ബാധ്യതയും ഉത്തരവാദിത്വമില്ല. ഏതൊരു ജോലി ചെയ്യുന്നവനും, അത് സർക്കാർ ജോലിയാകട്ടെ ഏത് ജോലി ചെയ്യുന്നവനും, അവൻ ആ ചെയ്യുന്ന ജോലിയോട് ഒരല്പം ആത്മാർത്ഥത, ഒരു ഡെഡിക്കേഷൻ എന്നൊരു സാധനം പറയുമല്ലോ, അതുണ്ടെങ്കിൽ ഈ ഉദ്യോഗസ്ഥർ, ഈ തലപ്പത്തിരുന്നവരൊക്കെ ഇത് ചെമ്പുതകടാണെന്ന് പറഞ്ഞ് എഴുതി കൊടുക്കാനും ഒപ്പിടാനും ഒക്കെ എങ്ങനെ സാധിച്ചു എന്നതാണ്. അപ്പോ അയ്യപ്പന്റെ വിശ്വാസത്തെ ഒരു സുപ്രധാനമായ ഒരു കണ്ടെത്തൽ കൂടി അന്വേഷണ സംഘം ഈ ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തലിലുണ്ട്. അതായത് നമ്മളുടെ ഏറ്റവും വലിയ തർക്കം ശബരിമല സന്നിധാനത്തെ ദ്വാരപാലക പാളികളിൽ വിജയ് മല്യ സ്വർണം പൊതിഞ്ഞിരുന്നോ ഇല്ലയോ എന്നുള്ളതായിരുന്നു. മാത്രമല്ല അതിൽ എത്രത്തോളം സ്വർണം ഉണ്ടായിരുന്നു എന്നുള്ളത്, അത് സംബന്ധിച്ച് തർക്കമുണ്ടായിരുന്നു. അവിടെ അന്ന് പൂശിയിരുന്നവർ, അന്ന് അതിന് നേതൃത്വം കൊടുത്തിരുന്നവർ പറഞ്ഞത് 1 കിലോ മുതൽ 2 കിലോ വരെ സ്വർണം ഉണ്ടാകും എന്നുള്ളതാണ്. ഏതായാലും അത് സംബന്ധിച്ച് ഒരു കണ്ടെത്തൽ കൂടി ദേവസ്വം വിജിലൻസ് സമഗ്രമായ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ലഭിച്ച റെക്കോർഡുകൾ പ്രകാരം 1998 അതായത് വിജയ് മല്യ സ്വർണം പൊതിഞ്ഞപ്പോൾ ദ്വാരപാലക ശില്പങ്ങളിലും അതിന് തെക്ക് വടക്ക് മൂലകളിൽ ഘടിപ്പിച്ചിരുന്നതുമായ ചെമ്പ് തകിടുകളിൽ സുമാർ 2064.19 ഗ്രാം സ്വർണം ഉള്ളതായി വെളിവായിട്ടുണ്ട്. അതായത് വിജയ് മല്യ പൊതിഞ്ഞ ദ്വാരപാലക ശില്പങ്ങളിൽ 2064.19 ഗ്രാം സ്വർണമുള്ളതായി വെളിവായിട്ടുള്ളതാണ്. 2019 സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും കൊണ്ടുവരുമ്പോൾ 14 ഭാഗങ്ങളിലുമായി, അതായത് 14 ഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ 14 പീസുകളാണ് ഈ ദ്വാരപാലക ശില്പങ്ങളിലെ ഈ തകിടുകൾ. അത് 14 ഭാഗങ്ങളുമായി 394.9 ഗ്രാമായി ചുരുങ്ങുന്നു. 394.9 ഗ്രാം. അപ്പോൾ കൊണ്ടുപോയ ആ പാളിയാണോ തിരിച്ചു കൊണ്ടുവന്നത്? അല്ല എന്ന് നമുക്ക് അനുമാനിക്കേണ്ടി വരും. കാരണം ദ്വാരപാലക ശില്പങ്ങളിൽ ഗോൾഡ് ക്ലാഡ് ചെയ്തതാണ്. അത് നമ്മൾ വിദഗ്ധരുമായി സംസാരിക്കുമ്പോൾ ഗോൾഡ് ക്ലാഡ് ചെയ്ത ഒരു ദ്വാരപാലക ശില്പത്തിന്റെ പാളിയിൽ നിന്ന് ആ ഗോൾഡ് മാത്രം വേർതിരിച്ചെടുത്താൽ ആ പാളി അപ്പാടെ ഉരുകിപ്പോകും. അതിൽ നിന്ന് ഗോൾഡ് വേർതിരിച്ചെടുക്കാം, പക്ഷെ ആ പാളി അപ്പാടെ ഉരുകിപ്പോകും. ആ അലങ്കാര പണികളുള്ള, അല്ലെങ്കിൽ എന്താണോ ഏത് രീതിയിലാണോ അത് രൂപകൽപ്പന ചെയ്തിരുന്നത്, ആ പാളി ഉണ്ടാകില്ല. അതിൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ പാളി പുതിയതായിട്ട് ഉണ്ടാക്കിയെടുത്തെങ്കിലേ പറ്റൂ. അപ്പോൾ ഇവര് കൊണ്ടുപോയിട്ട് മോൾഡ് ഉണ്ടാക്കി പുതിയ പാളി ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി വെച്ചിട്ടാണ് ഇതിൽ നിന്ന് സ്വർണം ഉരുക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 2064.19 ഗ്രാം സ്വർണം അതിലുണ്ടായിരുന്നു. അതിൽ 394 ഗ്രാം സ്വർണം മാത്രമേ പൂശിയിട്ട് 2019 തിരിച്ചു വന്നിട്ടുള്ളൂ. 2025 ഈ ദ്വാരപാലക ശില്പങ്ങളുടെ 12 ഭാഗങ്ങൾ ചെന്നൈ സ്മാർട്ട് ക്രിയേഷനിൽ സ്വർണം പൂശാൻ കൊണ്ടുപോകുമ്പോൾ ഉള്ള സ്മിത്തിന്റെ എസ്റ്റിമേറ്റ് പ്രകാരം സ്വർണത്തിന്റെ അളവ് 290 വീണ്ടും കുറഞ്ഞിരിക്കുന്നു. അതായത് 2019 394 ഗ്രാം സ്വർണം പൂശി കൊണ്ടുവന്ന ശില്പം, അതിൻ്റെ പാളികൾ അത് തിരിച്ചു കൊണ്ടുപോകുമ്പോൾ, അത് 2025 വീണ്ടും കൊണ്ടുപോകുമ്പോൾ 260.962 സ്വർണത്തിന്റെ നഷ്ടം 20.238 ഗ്രാം. 20.238 ഗ്രാം സ്വർണം കാണാനില്ല. തിരിച്ച് വീണ്ടും സ്മാർട്ട് ക്രിയേഷൻസിൽ സ്വർണം പൂശാനെത്തുമ്പോൾ പിന്നീട് 21/9/2025 ഈ ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശിയെടുത്തപ്പോൾ 290.902 ഗ്രാം ഉണ്ട്. അപ്പോഴും 394 ഗ്രാം ഇല്ല. ഇപ്പോൾ ശബരിമല സന്നിധാനത്ത് എത്തിച്ചിരിക്കുന്ന ദ്വാരപാലക ശില്പങ്ങളിലെ പൂശിയിരിക്കുന്ന സ്വർണത്തിന്റെ അളവ് 290.902 ഗ്രാം മാത്രം. അപ്പോൾ വീണ്ടും കളവ് നടന്നിരിക്കുന്നു, സ്വർണ്ണമോഷണം നടന്നിരിക്കുന്നു. 2019 കൊണ്ടുപോയി മോഷ്ടിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും ഇതേ ആശാന്മാർ ഈ ദ്വാരപാലക ശില്പങ്ങൾ അവർ തന്നെ കൊണ്ടുപോയി പിന്നെയും, എന്നിട്ടും അതിൽ നിന്ന് ഉരുക്കി അവർ വീണ്ടും സ്വർണം എടുത്തിരിക്കുന്നു. ഇതിപ്പോൾ പിടിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഓരോ 5 വർഷം കൂടുമ്പോഴോ 2 വർഷം കൂടുമ്പോഴോ ഈ ദ്വാരപാലക ശില്പങ്ങളിലെ പാളികൾ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടേയിരുന്നേനെ. സ്വർണം അവർ സ്പോൺസർമാരെ കണ്ട് സ്വർണം സംഭാവനയായി വാങ്ങിച്ച് സമ്പാദിച്ചുകൊണ്ടേയിരുന്നേനെ.